റിയൽമി C53 ആണ് ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമസ്കാരം, എല്ലാ മലയാളി പ്രേക്ഷകർക്കും എസ് വിഷൻ അവതരിപ്പിക്കുന്ന മറ്റൊരു അൺബോക്സിംഗ് ആൻഡ് ഇൻസ്റ്റാളിംഗ് എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. റിയൽമി നമുക്കറിയാം, ഏറ്റവും സീരീസിൽ വരുന്നതൊക്കെ ബഡ്ജറ്റ് നല്ല തുക വളരെ കുറവുള്ള ഫോണുകളും എന്നാൽ അത്യാവശ്യം ക്വാളിറ്റിയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണുകളായിരിക്കും സീരീസിലൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വില കുറഞ്ഞൊരു 10 രൂപ, 9 രൂപ, 10 രൂപയൊക്കെ വില വരുന്ന ഒരു ഫോണാണിത്. റിയൽമി C53 എന്നുള്ളത്. ചാമ്പ് ഗോൾഡാണ് നിറം വരുന്നത്. ഈ എടുത്തിരിക്കുന്ന വേരിയൻറ്റിന് ഏകദേശം 10,500 രൂപയുടെ അടുത്ത്, അതായത് 10 രൂപ എന്ന് നമുക്ക് നോർമൽ മാർക്കറ്റിൽ പറയാം, ആ അടുത്ത് വില വരുന്നുണ്ട് ഈ ഒരു ഫോണിന്. ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകതകൾ മോസ്റ്റായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ക്യാമറ തന്നെയാണ്. ക്യാമറ മാത്രമാണ് ഇതിൻ്റെ ഒരു അഡാറ് ഫീച്ചർ എന്ന് പറയുന്നത്. 108 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. 2 മെഗാ പിക്സലിൻ്റെ ഒരു ഫോക്കസ് ക്യാമറയുമുണ്ട്. അങ്ങനെ 2 ക്യാമറയാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അതിൽ ഒന്ന് ക്യാമറയല്ല, ഒന്നുള്ളത് ഫ്ലാഷ് ലൈറ്റാണ്. അപ്പോൾ ഈ 108 മെഗാ പിക്സലിൻ്റെ ക്യാമറ തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടിരിക്കുന്നത്. ഈ ഒരു വില വെച്ച് നോക്കുമ്പോൾ ഈ ക്യാമറ മാത്രമാണ് അത് മെച്ചം, വെരി ഗുഡായിട്ട് പറയാനുള്ളത്. ബാക്കിയൊക്കെ ഒരു ആവറേജ് മാത്രമാണ് ക്വാളിറ്റീസ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഫ്രണ്ട് ക്യാമറയാകട്ടെ 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. 8 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ് ഫ്രണ്ടിൽ കമ്പനി കൊടുത്തിരിക്കുന്നതും, അതും കുഴപ്പമില്ല. റിയൽമി അതിൻ്റെ 2 കളറാണ് വരുന്നത്, ബ്ലാക്കും അതുപോലെ തന്നെ ചാമ്പ് ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളറാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു ഗോൾഡൻ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു ഗോൾഡൻ നിറത്തിൽ വരുന്നത്. ഇതിൽ വന്നിരിക്കുന്നത് 128 GB ആണ് റോം വന്നിരിക്കുന്നത്. 6 GB ആണ് റാം വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇതിന് 10 രൂപ റേറ്റ് വന്നു. ഇതിനൊരു 8 രൂപ 9 രൂപ റേറ്റിൽ ആണ് എങ്കിൽ 64 GB ആയിരിക്കും റോം ഉണ്ടാവുക, 4 GB ആയിരിക്കും റാം ഉണ്ടാവുക. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് 10,500 10 രൂപേൻ്റെ അടുത്തൊക്കെ വില വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വില, അതുകൊണ്ട് തന്നെ ഇതിൽ 128 GB റോമും അതേപോലെ തന്നെ 6 GB റാമും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത് എക്സ്പാൻഡബിൾ ആണ്, മെമ്മറി കാർഡ് നമുക്ക് ഇടാം. അതായത് 2 സിമ്മ് സെപ്പറേറ്റ് സ്ലോട്ട്, അത് ഒപ്പം നമുക്ക് മറ്റൊരു മൂന്നാമതൊരു സ്ലോട്ടിൽ ഡെഡിക്കേറ്റഡ് സ്ലോട്ടായിട്ട് മെമ്മറി കാർഡിന് വരുന്നുണ്ട്. അതിൽ നമുക്ക് 2 TB വരെ, ടെറാബൈറ്റ് വരെ 2 TB വരെ നമുക്ക് എന്ത് ചെയ്യാം, മെമ്മറി എക്സ്പാൻഡബിൾ ചെയ്തിട്ടുള്ള മെമ്മറി കാർഡുകൾ ഇടാം എന്ന് കമ്പനി അവകാശപ്പെടുന്നു. 17.12 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈസ് വരുന്നത്. അതേപോലെ തന്നെ ഇത് HD ഡിസ്പ്ലേ ആണ്, ഫുൾ HD അല്ല, HD ഡിസ്പ്ലേ ആണ് വരുന്നത്. മറ്റൊരു പ്രത്യേകത 5000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട് എന്നുള്ളതാണ്. ബാറ്ററി ബാക്കപ്പ് 5000 mAh ആണ് വരുന്നത്. അതേപോലെ തന്നെ മറ്റൊന്ന് ഇതിൻ്റെ പ്രൊസസ്സറാണ്. ഒക്ടാകോർ പ്രൊസസ്സറാണ്. ഒക്ടാകോർ T612 ടൈപ്പിൽ വരുന്ന ഒക്ടാകോർ പ്രൊസസ്സറാണ് വന്നിരിക്കുന്നത്. ഡ്യുവൽ സിം ഇടാമെന്ന് പറഞ്ഞു. ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് ഉണ്ട് എന്ന് നമുക്കറിയാം. ഇതിൻ്റെ സ്ലോട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, നമുക്ക് കണ്ട് മനസ്സിലാക്കാം. HD LED ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, നമുക്ക് ഫുൾ HD അല്ല. അപ്പോൾ നോക്കുകയാണെങ്കിൽ ആവറേജ്, ബാക്കിയുള്ള ക്യാമറ വെച്ച് ബാക്കിയുള്ളതൊക്കെ ആവറേജ് ക്വാളിറ്റിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഓക്കെയാണ്. അതുപോലെ തന്നെ Android 13 ആണ് വന്നിരിക്കുന്നത്. Android 13, അതുപോലെ തന്നെ 2G 3G 4G വരെ നമുക്ക് യൂസ് ചെയ്യാം. 5G സപ്പോർട്ടബിൾ അല്ല. 4G വരെയാണ് മാക്സിമം സപ്പോർട്ടായിട്ടുള്ള നെറ്റ്വർക്ക്. അതേപോലെ തന്നെ 1 ഇയർ ആണ് ഫോണിൻ്റെ വാറണ്ടി വരുന്നത്. അതേപോലെ തന്നെ 6 മാസമാണ് ഫോണിലെ മറ്റുള്ള ആക്സസറീസിനൊക്കെ 6 മാസം വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ ഫോണിന് മാത്രം വാറണ്ടിയും കമ്പനി പറയുന്നുണ്ട്. നോർമലി ഉള്ളതുപോലെ തന്നെയാണ്. USB ചാർജിങ് പോർട്ട് വരുന്നത് Type C ആണ്. എടുത്തു പറയേണ്ട ഒരു ക്വാളിറ്റി തന്നെയാണ് Type C. എല്ലാത്തിനും ഇപ്പോൾ Type C വരുന്നുണ്ട്. അപ്പോൾ ഇതിലും Type C പോർട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 18 വോൾട്ടിൻ്റെ വളരെ ഫാസ്റ്റായിട്ടുള്ള ചാർജ് വരെ ഇതിനകത്ത് ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യാം. ഇപ്പോൾ നിലവിലുള്ള ചാർജിനകത്ത് തന്നിരിക്കുന്ന ചാർജ് നോർമൽ ചാർജ് കേബിളാണ് എങ്കിൽ 5 വോൾട്ട് 2 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഫോണിലാണ് എങ്കിൽ 9 വാട്ട് 2 ആംപിയറിൽ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യും. 18 വാട്ട്സ് വരെയുള്ള ഫാസ്റ്റ് ചാർജർ ഇതിനകത്ത് ഉപയോഗിക്കാം, ഈ ഫോണിൽ ഉപയോഗിക്കാമെന്ന് കമ്പനി അവകാശപ്പെടുന്നുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫാസ്റ്റ് ചാർജിങ് ഒരു സപ്പോർട്ട് ഇതിനകത്തുണ്ട്. അതുതന്നെ
ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ബാക്ക് കവർ ഒരു ഗുഡ് ക്വാളിറ്റി ബാക്ക് കവർ തന്നെയാണ്. നമുക്ക് ചുരുട്ടിയാലും മടിക്കാനും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഒരു ഗുഡ് ക്വാളിറ്റി ബാക്ക് കവറാണ്. മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ ഇതിൻ്റെ പവർ ബട്ടണാണ്. ഈ ഒരു പവർ ബട്ടൺ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റുമായിട്ട് സ്കാനറായിട്ട് വരുന്നത്. പവർ ബട്ടൺ തന്നെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇൻബിൽഡ് ആണ്. അപ്പോൾ പവർ ബട്ടണിൽ തന്നെ ഫിംഗർ പ്രിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ സ്ലിമ്മാണ് ആൾ. വളരെ ഒരു 8 mm അടുത്ത് മാത്രമേ ഇതിൻ്റെ തിക്നെസ് വരുന്നുണ്ട്. വളരെ സ്ലിമ്മാണ് ആൾ. അത് തന്നെയാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതിൻ്റെ കബളിപ്പിക്കപ്പെടാവുന്ന മറ്റൊരു കാര്യം, ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ 3 ക്യാമറ സ്ലോട്ടുകളായിട്ട് കാണാം. അതിൽ 2 ക്യാമറയായിട്ടുള്ളത്. മൂന്നാമത്തെ സ്ലോട്ട് അതിൻ്റെ ഫ്ലാഷ് ലൈറ്റാണ്. അത് ഒരു ഡിസൈൻ, ഒരു ആപ്പിൾ ഡിസൈന് കിട്ടാൻ വേണ്ടിയിട്ട് റിയൽമി കൊണ്ടുവന്നിട്ടുള്ള ഒരു ഫീച്ചറാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു വില വെച്ച് നോക്കുമ്പോൾ സംഭവം ഓക്കെയാണ്. ക്യാമറയാണ് എടുത്തു പറയേണ്ട ഒരു ഫീച്ചറായിട്ടുള്ളത്. അതുപോലെ തന്നെ ക്യാമറ തന്നെ വളരെ ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അത് ഓക്കെയാണ്. പിന്നെ പറ്റുന്നത് ഫുൾ HD അല്ല. ഡിസ്പ്ലേ ഒക്കെ വളരെ റിഫ്രഷ് റേറ്റ് കുറവാണ്. ഫുൾ HD പോലും വരുന്നില്ല. HD LED ഡിസ്പ്ലേ ആണ് വരുന്നത്. AMOLED ഒന്നും അല്ല വരുന്നത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഓക്കെ, ഈ ഒരു ബഡ്ജറ്റിലോട്ട് വെച്ച് നോക്കുമ്പോൾ ഈ C ടൈപ്പിൽ ഈ ഒരു ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ ഇത്ര വിലക്ക് ഇത്രയും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ലുക്ക് വൈസ് നോക്കുമ്പോൾ ഒക്കെ ഓക്കെ ആയിട്ടുള്ളൊരു ഫോണ്. അപ്പോൾ സാധാരണക്കാർക്ക് അത്യാവശ്യം മുന്തിയ തരത്തിലുള്ള ഫോണാണ് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായിട്ട് തന്നെയാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക. ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു റിയൽമി ഈ ഒരു സീരീസിൽ. ഇതിൻ്റെ ഇപ്പോൾ പുതിയ സീരീസുകൾ വരുന്നുണ്ട്. അപ്പോൾ വരുന്നതനുസരിച്ച് നമുക്ക് അറിയിക്കാം. ഈ ഒരു ഫോൺ എനിക്ക് ഓക്കെ, നമുക്ക് സാധാരണയായിട്ട് ജസ്റ്റ് യൂസ് ഗെയിമൊക്കെ ആണെങ്കിൽ ഗെയിമൊക്കെ അധികം ഒരു ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. ചെറിയ ലാഗ് അടിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഈ ചെറിയ ഗെയിമുകളൊക്കെ അധികം ഹെവി ഗെയിമുകളല്ല, ചെറിയ ഗെയിമുകളൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്നെ റൺ ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദാൻ ഗുഡ് ബൈ. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ്.